പഴയ സിനിമകൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണെന്ന്. എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ആക്ഷൻ നിയോ നുവ ക്രൈം ത്രില്ലർ പടം തന്നെ ആയിക്കോട്ടെ എന്ന്. അതും റോട്ടൻ ടൊമാറ്റോയിൽ ഏറ്റവും റേറ്റിംഗ് ഉള്ള ഒരു സിനിമ. 99% ആണ് ഈ പടത്തിന് റേറ്റിംഗ് കിട്ടിയിട്ടുള്ളത്. IMDb-യിലാണെങ്കിൽ 8.2 ഔട്ട് ഓഫ് 10. പടം ഏതാണെന്ന് നോക്കാം. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പോലീസ് ഫോഴ്സ് എന്ന് കേൾവി കേട്ട ലോസ് ഏഞ്ചലസിൽ 1953 അരങ്ങേറുന്ന ചില സംഭവങ്ങളാണ് ഈ പടത്തിലുള്ളത്. ഓഫീസർ ബഡ് വൈറ്റ്, സർജന്റ് ജാക്ക് വിൻസെന്റ്, ലഫ്റ്റനന്റ് എഡ്മണ്ട് എക്സ്ലി, ഈ 3 വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള പോലീസുകാരാണ് ഈ പടത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഒരു കോഫി ഹൗസിൽ നടക്കുന്ന ഒരു കൂട്ടക്കൊല, അതിന്റെ പിന്നിലെ നിഗൂഢത ഈ 3 ഡിറ്റക്റ്റീവ്സും അന്വേഷിച്ചിറങ്ങുകയാണ്. പക്ഷെ അത് ചെന്നെത്തുന്നത് അവർ വിചാരിക്കാത്ത ചില രഹസ്യങ്ങളിലേക്കായിരുന്നു. അതെന്താണെന്നുള്ളതാണ് ഈ സിനിമ പറയുന്നത്. ചിത്രം 1997 റിലീസായ ഇംഗ്ലീഷ് ക്രൈം ത്രില്ലർ LA കോൺഫിഡൻഷ്യൽ. ജെയിംസ് എൽറോയ് എഴുതിയ ഇതേ പേരിലുള്ള നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമാണിത്. കർട്ടിസ് ഹാൻസൺ ആണ് ഈ പടത്തിന്റെ സംവിധായകൻ. ബ്രയാൻ ഹെൽഗ്ലാൻഡിനൊപ്പം സംവിധായകൻ തന്നെ ഇതിന്റെ തിരക്കഥ എഴുതുകയും ഒപ്പം പടം നിർമ്മിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. മികച്ച സ്ക്രിപ്റ്റ്, നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റി, നല്ല പെർഫോമൻസുകൾ, നല്ല കാസ്റ്റിംഗ്, നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ്, അതുപോലെ നല്ല മിസ്റ്ററി, ഇതൊക്കെ പടത്തിന്റെ പോസിറ്റീവ്സ് ആണ്. കിടിലൻ ക്ലൈമാക്സ് കൂടി പടത്തിനുണ്ട്. ക്ലൈമാക്സിൽ ഒരു ഷൂട്ടൗട്ട് ഒക്കെ പൊളിയായിരുന്നു. ഒരേ സമയം നല്ലൊരു ആക്ഷൻ പടമാണ്, അതിനൊപ്പം തന്നെ നല്ലൊരു മിസ്റ്ററിയും കൂടി പടത്തിലുണ്ട്. ഈ 2 ജോണറും മികച്ച രീതിയിൽ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും പടത്തിന്റെ ഒരു പോസിറ്റീവ് ആണ്. ഇതിലെ 3 നായക കഥാപാത്രങ്ങളോടും നായികയോടും നമുക്ക് പ്രത്യേക ഒരു ഇഷ്ടം തന്നെ തോന്നും. അതുപോലെയാണ് കഥാപാത്രങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. പടം നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷണൽ കണക്ഷൻ നൽകുന്നുമുണ്ട്. ഈ പടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സീനുണ്ട്. ഒരു പ്രായമായിട്ടുള്ള ഒരു ഡിസ്ട്രിക്ട് അറ്റോർണി, അയാളെ നമ്മുടെ റസൽ ക്രോ അവതരിപ്പിക്കുന്ന ബഡ് വൈറ്റ് എന്ന ഡിറ്റക്റ്റീവ് ബാത്റൂമിലിട്ട് ഇടിച്ച് കാലെ പിടിച്ച് പൊക്കിയെടുത്ത് പിന്നെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇടാൻ തുടങ്ങുന്ന ഒരു സീന്. ഒരു പടത്തിൽ നിന്നും ഇത്രയും സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു രംഗം വേറെ അധികം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ക്ലൈമാക്സിൽ ഒരു കില്ലിംഗ് സീൻ ഉണ്ട്. അതും ഞാൻ വയലൻസിനെ പ്രൊമോട്ട് ചെയ്യല, പക്ഷെ പടത്തിന്റെ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ്. ഇതിന്റെയൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്രയ്ക്കും ദേഷ്യം ആ ക്യാരക്ടേഴ്സിനോട് തോന്നും എന്നുള്ളതാണ്. അത്രയ്ക്കും ആ ഒരു ഇമോഷണൽ ഇമ്പാക്ട് പടത്തിന്റെ സ്ക്രിപ്റ്റിനുണ്ട്. സോ അങ്ങനെയൊന്നൊരു ആക്ഷൻ ക്രൈം ത്രില്ലർ പടത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് വലിയൊരു പോസിറ്റീവ് ഘടകമാണ്. ഇനി പെർഫോമൻസിന്റെ കാര്യം പറയുമ്പോൾ കൂട്ടത്തിൽ ബഡ് വൈറ്റ് ആയിട്ട് അഭിനയിച്ച റസൽ ക്രോയുടെ ക്യാരക്ടറാണ് എനിക്ക് ഏറ്റവും പടത്തിൽ കുറച്ച് കൂടുതൽ ഇഷ്ടം എന്ന് പറയാം. ഗെയ് പിയേഴ്സ് അവതരിപ്പിച്ച ഡിറ്റക്റ്റീവ് ലഫ്റ്റനന്റ് എഡ്മണ്ട് എക്സ്ലിയും കിടിലൻ ക്യാരക്ടറാണ്. കെവിൻ സ്പൈസിയുടെ ഡിറ്റക്റ്റീവ് ജാക്ക് വിൻസെന്റ്സും അതുപോലെ തന്നെയാണ്. ഈ 3 ക്യാരക്ടേഴ്സും കിടുവാണ്. നായിക ലിന്നായിട്ട് വന്ന കിം ബാസിംഗറിന്റെ പ്രകടനവും എടുത്ത് തന്നെ പറയണം. സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പുള്ളിക്കാരുടേത്. സോ അഭിനയിച്ച എല്ലാവരുടെയും പെർഫോമൻസ് ഒക്കെ ഗംഭീരമാണ്. ഈ ടെക്നിക്കൽ സൈഡിൽ ഇതിന്റെ മികച്ച ക്യാമറ, എഡിറ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഇതെല്ലാം പടത്തിന്റെ പോസിറ്റീവ്സ് തന്നെയാണ്. കഥ നടക്കുന്നത് 1952-53 കാലഘട്ടത്തിലാണ്. ആ ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന വിധത്തിൽ ആർട്ട് ഡയറക്ഷൻ, മേക്കപ്പ്, കോസ്റ്റ്യൂംസ് ഒക്കെ നൈസ് ആയിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. ഞാൻ ഈ പടം സത്യം പറഞ്ഞാൽ പണ്ട് കണ്ടതാണ്. അന്ന് തന്നെ ഇഷ്ടമായതുമാണ്. എനിക്ക് തോന്നുന്നു ഏതോ ഒരു ഇംഗ്ലീഷ് ത്രില്ലർ സിനിമകൾ റെക്കമെൻഡ് ചെയ്യുന്ന ഈ 10 ത്രില്ലർ ഫിലിംസ് എന്ന് പറഞ്ഞ് ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ ഈ പടവും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ്. പക്ഷെ ഒരു സെപ്പറേറ്റ് റിവ്യൂ ഇതിന് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. സോ ഇതിന്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വിചാരിച്ചു തുടങ്ങിയപ്പോൾ ഒന്ന് ഓർമ്മ പുതുക്കാൻ വേണ്ടി പടം ഒന്നുകൂടെ റീവാച്ച് ചെയ്തു. സത്യം പറഞ്ഞാൽ ഇപ്പൊ കണ്ടപ്പോഴും പണ്ട് കണ്ട അതേ ഒരു ത്രില്ലിംഗ് പടം തരുന്നുണ്ടായിരുന്നു. അത്രയ്ക്കും ഫ്രഷ് ആണ് ഈ പടം എന്ന് പറയാം. എനിക്ക് ഈ പടത്തിൽ അങ്ങനെ വലിയ നെഗറ്റീവ് ഒന്നും തന്നെ ഫീൽ ചെയ്തിട്ടില്ല. മൊത്തത്തിൽ ഒരു ക്ലാസിക്, ഒരു കിടിലൻ മാസ്റ്റർ പീസ് ത്രില്ലറാണ് LA കോൺഫിഡൻഷ്യൽ. ഇത് മിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. ഇനി കാണാത്ത ഏതെങ്കിലും ത്രില്ലർ ലവേഴ്സ് ഉണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത്. ഞാൻ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുകയാണ്. പടം നിങ്ങൾക്ക് ജിയോ ഹോട്ട്സ്റ്റാറിൽ കാണാൻ പറ്റും. 2 മണിക്കൂർ 14 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ ആണ്, അത് ഓർക്കുക. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയെന്നാ.